ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 231. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 6 അനുവാകം 9 സൂക്തം 83 ആണ്. ഇതിൽ ഗന്ധമാലകൾ എന്ന ഒരു രോഗങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. അതായത് ഉഷ്ണകാലത്ത് എന്നാണെന്നൊന്നുമില്ല, പൊതുവെ ഉഷ്ണകാലത്ത് നമ്മുടെ ശരീരത്തിൽ കുരു പോലെയുള്ളത് കൂടി വരും. ഉഷ്ണക്കുരു എന്നെല്ലാം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം മലബാറിലെല്ലാം നമ്മൾ പറയുന്ന പേര് കരുവൻ പൊട്ടി, മസൂരി, ഇപ്പം ഈ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള ഉഷ്ണകാലത്തിൽ വരുന്ന ശരീരത്തിൽ പൊങ്ങുന്ന പലതരം രോഗങ്ങൾ. ഈ രോഗങ്ങളെ പറ്റിയാണ് ഈ സൂക്തത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ തരത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. വ്യത്യസ്ത തരത്തിൽ അതുണ്ട്. പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കുക, അതെങ്ങനെയാണ് മാറുന്നത് എന്നീ കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഈ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുവാകം 9 സൂക്തം 83. ഋഷി, ഭഗൻ, ദേവത, സൂര്യോദയം, ഛന്ദസ്, അനുഷ്ടുപ്പ്. അപചിത പ്രപതത സുപർണോ വസതേരിവ സൂര്യാകൃണോതു ഭേഷജം ചന്ദ്രമാ വേപോച്ഛതു യേന്യേകാ ശ്യേന്യേകാ കൃഷ്ണൈകാ രോഹിണി ദ്വേ സർവാസാമഗ്രഭം നാമാ വീരഘ്നേരപേതന അസൂതികാ രാമയണ്യപചിത് പ്രപതിഷ്പതി ഗ്രൗരിത പ്രപതിഷ്യതി സ ഗലുന്തോ നശിഷ്യതി വീഹി സ്വാമാഹുതിം ജൂഷാണോ മനസ്സാ സ്വാമാഹ മനസ്സാ യദിദം ജൂഹോമി. ഭാവാർത്ഥം: പരുന്തുകൂട്ടിൽ നിന്നും എത്രമാത്രം വേഗത്തിലാണോ പറന്നു പോകുന്നത്, അതുപോലെ ഗണ്ഡമാലകൾ ശരീരം വിട്ടു പോകട്ടെ. ആദിത്യൻ നിങ്ങളെ ചികിത്സിക്കുമ്പോൾ രാത്രിയിലെ ചന്ദ്രൻ നിങ്ങളെ ഓടിക്കട്ടെ. രക്തവർണം, ശ്വേതവർണം, മിശ്രവർണം, വെള്ള, കൃഷ്ണവർണം, ചുവപ്പ് വർണ്ണം മുതലായ നിറങ്ങളോടുകൂടിയ ഇവ വാതപിത്ത ശ്ലേഷ്മം തുടങ്ങിയ കാരണങ്ങളാൽ പല പേരുകളിൽ കാണപ്പെടുന്നു. നിങ്ങൾ എന്നെ പീഡിപ്പിക്കാതെ ഒഴിഞ്ഞു പോവുക. ആസൂതികാരാമായണി, അപചിത്ത് മുതലായ മന്ത്രങ്ങളിലൂടെ വേദനകൾ നശിക്കുന്നതാണ്. ഇവിടെ ഒരു ഉപമയെല്ലാം വെച്ചിട്ട് പറയുകയാണ്. പരുന്ത് കൂട്ടിൽ നിന്ന് എത്രമാത്രം വേഗത്തിലാണോ പറന്നു പോകുന്നത്, അപ്പം പരുന്ത് കൂട്ടിൽ നിന്ന് നമ്മൾ കാക്കയെല്ലാം പോകുന്ന വളരെ സ്ലോയിലാണ്. പക്ഷെ പരുന്തങ്ങ് പോകുമ്പോഴേക്ക് എത്ര പെട്ടെന്നാണ് അങ്ങ് പോകുന്നത് പോലെ ഒരു ഉപമ വെച്ച് പറയുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിന് പരുന്തുമായിട്ട് വേറെ ബന്ധമൊന്നും ഇല്ല. പരുന്ത് കൂട്ടിൽ നിന്നും എത്ര വേഗത്തിൽ പറന്നു പോകുന്നു, അതുപോലെ ഗന്ധമാലകൾ ശരീരം വിട്ടുപോകട്ടെ. ഇത്തരം ഉഷ്ണരോഗങ്ങൾ ശരീരം വിട്ടുപോകട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, പരുന്ത് സ്വയം ഇഷ്ടത്തിനാണെന്ന് പോകുന്നത്, അല്ലാതെ ആരും ഓടിച്ചിട്ടൊന്നുമല്ല. അതേപോലെ ഈ രോഗങ്ങളും സ്വയം തന്നാലെ അങ്ങ് പോയിക്കോളും. ആ രോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് ഇപ്പം ചൂടുകുരു, ശരീരത്തിൽ പോകുന്ന കരുവൻ, മണ്ണൻ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അത്തരം അസുഖങ്ങളൊന്നും മരുന്നൊന്നും വേണ്ട. ഇപ്പം ചില രാഷ്ട്രങ്ങളിൽ അത് വന്നു കഴിഞ്ഞാൽ അവർ ദേവി കൂടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആഘോഷമാണ്. അത് വരുന്നത് നല്ലതായിട്ട് അവർ ചിന്തിക്കുകയാണ്. കാരണം അത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂടുന്നുണ്ട് എന്നും പറയുന്നുണ്ട്.
അതിന് പ്രത്യേകിച്ച് വേറെ ചികിത്സയൊന്നും പറയുന്നുമില്ല. അത് തന്നാലെ വന്നാൽ അങ്ങ് പോയിക്കോളും. അതിന് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. ആധുനിക ചികിത്സയിലും തന്നെ വലിയ മരുന്നൊന്നും അതിനൊന്നും പറയുന്നൊന്നുമില്ല. അത് ചിലപ്പോൾ പടങ്ങൾ കഴിക്കണം ഇങ്ങനെയെല്ലാം പറയുന്നല്ലേ പോകുന്നത്. അപ്പോൾ പരുന്ത് കൂട്ടിൽ നിന്ന് പെട്ടെന്ന് പോകുന്ന മാതിരി തന്നെ ഇത് ഒരു സമയം കഴിയുമ്പോൾ അതങ്ങ് പോയിക്കോളും. അതിനൊരു കുറച്ച് കാലം അവിടെ നിൽക്കും, പിന്നെ അതങ്ങ് പോകും. പിന്നെ കൂട്ടിലൊന്നും വരില്ല. പിന്നെ കൂട്ടിൽ വരുന്ന എപ്പോഴും എങ്കിലാണ് വൈകുന്നേരം എല്ലാം ആയി കഴിയുമ്പോഴാണ്. അതുവരെ അങ്ങനെ കറങ്ങി അടയ്ക്കണം. അതുപോലെ ശരീരം വിട്ടു പോകട്ടെ എന്ന് പറയാം. ആദിത്യൻ നിങ്ങളെ ചികിത്സിക്കുമ്പോൾ, അപ്പോൾ ആദിത്യനാണ് ഇതിനെ ചികിത്സിക്കുന്നത്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യനാണ് രോഗം കൊണ്ടുവരുന്നതും സൂര്യനാണ്. ഉഷ്ണകാലത്താണ് ഇത് അധികം വരുന്നത്. അതിനെ കൊണ്ടുപോകുന്നതും സൂര്യനാണ്. സൂര്യൻ തന്നെ ഒരു കാലം കഴിയുമ്പോൾ അതിനെല്ലാം അങ്ങ് കൊണ്ടുപോകും. നമ്മളെ നയിക്കുന്നത് സൂര്യനാണ്. അപ്പം കാലത്തിനനുസരിച്ച് കാലം ദിവസം കഴിയും തോറും ഒരു സമയത്തുമ്പോൾ അതങ്ങ് പോകും. അതിന് വേറെ ചികിത്സയൊന്നും അല്ല, സൂര്യൻ തന്നെയാണ് ചെയ്യുന്നത്. സൂര്യൻ നിങ്ങളെ അപ്പം ചികിത്സിക്കുന്നത് സൂര്യനാണ്. നമ്മളൊന്നും വേറെ ചികിത്സ ചെയ്യുന്നും വേണ്ട, കാരണം സൂര്യൻ ചെയ്തോളും. രാത്രിയിലെ ചന്ദ്രൻ നിങ്ങളെ ഓടിക്കട്ടെ. രാത്രികളിലെ ചന്ദ്രനും കൂടിയിട്ട്, അപ്പം സൂര്യനും ചന്ദ്രനും എല്ലാം കൂടിയിട്ടാണ് ഇതിനെ ഓടിക്കുന്നത്. നമ്മളതിന് പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പം ഇത്തരം രോഗങ്ങളുടെ പ്രത്യേകതയാണ്. അത് വരും, അത് കാലം തന്നെ അതിനെ ചികിത്സിച്ചിട്ട് മാറ്റിക്കോളും. ഇന്നത്തെ അവസ്ഥ അത് തന്നെയാണ്. ഇതിനെ രക്തവർണം, ശ്വേതവർണം, മിശ്രവർണം, വെള്ള, കൃഷ്ണവർണം, ഇങ്ങനെ ചുവപ്പ്, ഇങ്ങനെ പല വർണ്ണങ്ങളിലുണ്ട് എന്ന് പറയുകയാണ്. ഏതുപോലെ നിറങ്ങളോടിയ ഇവ വാതപിത്ത ശ്ലേഷ്മം തുടങ്ങിയ കാരണങ്ങളാൽ പല രോഗങ്ങളായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുകയാണ്. വാതം കൊണ്ടോ പിത്തം കൊണ്ടോ എല്ലായിട്ട് ഇത് വരുന്നതായിട്ട് പറയപ്പെടുന്നു എന്ന് പറയുകയാണ്. ഇത് പല രൂപത്തിൽ ഇതിനെ കാണും. ചൂടുകുരു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ആദ്യം ചൂടുകുരു ആണെന്നെല്ലാം ധരിക്കും ഈ രോഗം വന്നു കഴിഞ്ഞു. ഇത് പല രൂപത്തിൽ ഉണ്ട്. അപ്പോൾ അതിന് വാതപിത്ത കഫങ്ങളെല്ലായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. പേരുകളിൽ കാണപ്പെടുന്നു, പല പേരുകളിൽ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ പല പേരിൽ ഇതുണ്ട്. പലതരം അസുഖങ്ങളുണ്ട് ഇങ്ങനത്തെ ഈ കാറ്റഗറിയിൽ പെടുന്നത്, ആ ഉഷ്ണകാലത്തെല്ലാം വരുന്ന രോഗങ്ങൾ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ പീഡിപ്പിക്കാതെ ഒഴിഞ്ഞു നോക്കുക. കുറേ പീഡനം തന്നെയായി വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അസ്വസ്ഥം തന്നെയാണ് കുറച്ച് കാലം. അത് അധികം പീഡിപ്പിക്കാതെ പോകണം. ചിലവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകും, ചിലവർക്ക് അത് വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പീഡിപ്പിക്കാതെ ഒഴിഞ്ഞു പോവുക എന്ന് പറയുകയാണ്. പിന്നെ ആസൂതികാരാമണി എന്നും അപജിത്ത് മൂലായ മന്ത്രങ്ങളിലൂടെ വേദനകൾ നശിക്കുന്നതാണ്. അപ്പം ചികിത്സാ ഗ്രന്ഥങ്ങളിൽ ഇത് ചികിത്സാ ഗ്രന്ഥത്തിൽ പറയുന്നതല്ല, വേറെ ചികിത്സ നടത്തേണ്ട വിധമെല്ലാം മരുന്നുകളെല്ലാം ഉണ്ടാക്കേണ്ടതെല്ലാം വേറെയാണ് വരുന്നത് ആയുർവേദത്തിൽ. അവിടെ എന്ത് പറയുന്നുണ്ട്? ചികിത്സ പറയുന്നിടത്ത് ഈ മന്ത്രങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? അതുമൂലം ഉണ്ടാകുന്ന വേദനകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ വേദനകളെല്ലാം ശമിപ്പിക്കാനുള്ള മരുന്നും അവിടെയുണ്ട് എന്ന്, ആ മന്ത്രങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതായത് ചില മന്ത്രങ്ങളുണ്ട്, വേദനകൾ വളരെ ഉണ്ടെങ്കിൽ ആ വേദനകളെല്ലാം ശമിപ്പിക്കാനുള്ള, കുറച്ച് ആശ്വാസമെല്ലാം നൽകാനുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അതിലുള്ള ഒന്ന് രണ്ട് മന്ത്രങ്ങളുടെ പേരും, മന്ത്രം എന്ന് പറയുന്നത് സയൻസാണ്, ചികിത്സാ രീതികളാണ്. അത് അത്തരം ഗ്രന്ഥങ്ങളിൽ ഇതിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മരുന്ന് ഉപയോഗിച്ചാൽ വേദനയും പോകും. യഥാർത്ഥത്തിൽ രോഗം പോകുന്നത് ആ സമയത്തുമ്പം കാലം തന്നെ, സൂര്യൻ തന്നെ അതിനെ നമ്മളെ നയിക്കുന്ന സൂര്യനാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കൂടി വരും. പിന്നെ ഈ രോഗം ഇല്ലാതെയാകും. ഇപ്പം ഇന്ന് വസൂരി പോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം പ്രതിരോധ മരുന്നുകൾ കുത്തിവെക്കുന്നുണ്ട്, അപ്പോൾ അത് വരില്ല. അപ്പോൾ ഇത്തരം രോഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ലാതെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നും വസൂരിയല്ല. സാധാരണ മറ്റുള്ള ഇത്തരം രോഗങ്ങളെല്ലാം, മണ്ണെല്ലാം പോലെയുള്ള അസുഖങ്ങൾ വന്നാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ചില നാട്ടുകാർ അതിനെല്ലാം ദേവി കൂടിയതാണെന്ന് നമ്മൾ ആഘോഷിക്കുന്നത്.
അപ്പോൾ ഇത്തരം ഒരു രോഗ കാറ്റഗറിയിലാണ് ഈ രോഗങ്ങളെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ചെറു വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നതായിട്ട് കാണുക.